അപ്പൊ നിങ്ങളൊക്കെ എവിടുന്നാ വന്നിരിക്കുന്നത്? മോളെ ഏത് സ്കൂളാ? തകർക്കോ നിങ്ങള്? ഓക്കെ അല്ലേ? അപ്പൊ ഏതിനാ മത്സരിക്കുന്നത്? ഒപ്പന. ഉറക്കം കുറഞ്ഞോ? അപ്പൊ എന്താ ഒപ്പന എന്നാ? എപ്പോഴാ മത്സരിക്കാൻ പോകുന്നത്? മത്സരിക്കാൻ പോവാ. അപ്പൊ ഞാൻ പിന്നെ ഒരു സൗജന്യമായിട്ട് സമയം തരട്ടോ? ഓൾ ദ ബെസ്റ്റ്. മക്കളെ കാണാം, കാഞ്ഞങ്ങാട്ട് വെച്ച് കാണാം കേട്ടോ. താങ്ക് യു. ഞാൻ കലവറക്കകത്തോട്ട് ഭക്ഷണം കണ്ടാൽ പിന്നെ കണ്ണ് കാണാൻ പറ്റത്തില്ല. ഓക്കെ റെഡി. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ നമ്മുടെ കാര്യമൊന്നുമല്ല. അപ്പോൾ പ്രജിൻ, അപ്പൊ നമ്മളിപ്പോ ഭക്ഷണത്തിന്റെ സ്ഥലത്തേക്കാ പോകുന്നത്. അതെ അതെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മില്ലറ്റ് ദോശ. അതാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഇന്നലെ ഗംഭീരമായിരുന്നു, വലിയ അഭിപ്രായമായിരുന്നു. എനിക്ക് തോന്നുന്നു സ്മിത ചേച്ചി അതിനെ കുറിച്ച്. ഞാനത് കഴിച്ചായിരുന്നു. നമ്മുടെ എറണാകുളത്തെ ഉള്ള ഒരു ഫാമിലിയാണ് അത് ഉണ്ടാക്കുന്നത്. അവരെ നമുക്ക് പരിചയപ്പെടാം. 9 ധാന്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഇപ്പോഴത്തെ ഈ ആരോഗ്യകരമായ ഭക്ഷണ രീതി അത് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ദിവസം തന്നെ 4000 ദോശ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ അതിന് വേറെ ചട്നി അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. അത്രയും രുചികരമാണ്. വിവൻസി വിജയൻ, ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഒരു ദോശയെ കഴിച്ചുള്ളൂ, മില്ലറ്റ് ദോശ അടിപൊളി. ഞാൻ എന്റെ ഭാര്യയും കൂടെ കൊണ്ടാ വന്നത് പതുപോലെ. ഭാര്യ വരൂ, ഭക്ഷണം കഴിക്കാൻ വരൂ. ഇപ്പൊ ഒന്ന് ചോദിച്ചോ വിപിൻ, ഭക്ഷണം എങ്ങനെയുണ്ട്? ഇതേ കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പഴയടത്തിന്റെ സദ്യ കഴിച്ചിട്ടുണ്ട്. എന്റെ മോളുടെ കല്യാണത്തിന് തിരുമേനിയുടെ സദ്യയായിരുന്നു. പഴയട തിരുമേനിയുടെ സദ്യയായിരുന്നു. 7,000 പേർക്ക് സദ്യ ഉണ്ടാക്കിയത്. സൂപ്പർ സദ്യയായിരുന്നു. കഴിക്കാൻ പോകുന്നത് ഇന്നിപ്പോ അറിയത്തില്ല ഇവിടെ എന്തെങ്കിലും അറിയില്ല. ആദ്യത്തെ ദിവസം മില്ലറ്റ് ദോശയായിരുന്നു. സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ. അപ്പൊ വിപിൻ കഴിച്ചോ ഭക്ഷണമൊക്കെ? ഇല്ല, ഇതാ നമ്മൾ കഴിക്കാൻ ഒരുമിച്ച്. അല്ല ഞാൻ ഇന്നലെ കഴിച്ചോന്ന് ചോദിക്കാം. ഇന്നലെ കഴിച്ചു. സൂപ്പറായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യം ഇതിന്റെ ഒരു അത്ഭുതം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിപിൻ എപ്പോഴും നമ്മൾ കലോത്സവത്തിൽ കാണുന്ന വെച്ചാൽ 10-30,000 കുട്ടികൾക്ക് സുഖമായിരിക്കുന്നോ? അവർക്ക് സുഖമാണെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് സുഖമായിരിക്കും. അപ്പോ ഈ 30,000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടായി. എടാ മക്കളെ, ഒരു ഹായ് പറയടാ കുട്ടാ. ഹായ്. അപ്പൊ വളരെ മോശമായി പോയി, ഒരു ഹായ് പറയണ്ടേ? ഹായ്. സ്കൂളായത് പേടിപ്പിക്കരുത്. സുഖല്ലേ? അപ്പോ കല്യാണ സ്ഥലത്ത് പോയി ഇരിക്കുന്നില്ല മക്കളെ. തള്ളല്ലേ? അടിപൊളിയായിട്ടുണ്ട്. എന്താ പേര്? സച്ചിൻ. പ്രജിൻ, ജെൻസി കേസാ. സ്കൂൾ ഏതാ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കോഴിക്കോട്. ഇല്ല എല്ലാം ഓക്കെയാ അല്ലേ? മക്കളെ എങ്ങനെയുണ്ടാ കൂട്ടാ? നീ ഒരു ഇരിപ്പി ഇരുന്ന് എത്ര ദോശ കഴിക്കും? ഞാനാ ഉള്ള കാര്യം പറ. നിന്നെ കണ്ടിട്ട് നല്ല തീറ്റിക്കാരനാന്ന് തോന്നുന്നു. അതാ അവൻ നാണിച്ചു പോയി കേട്ടോ. അവന്റെ ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല അവൻ ഇനി ഒരൊറ്റ പോക്ക് പോയാൽ അവിടെ അങ്ങ് നിൽക്കത്തില്ല. അവൻ വിജ്ഞാനപ്രദമായ ചോദ്യമായിരുന്നു. ഓക്കെ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കൂടെ നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനുണ്ട്. എല്ലാം സുഖല്ലേ? നമ്മുടെ മിനിസ്റ്റർ ഉണ്ട്. ചെയർമാന്റെ പ്രത്യേക സ്വാഗതം. അറിഞ്ഞു. എങ്ങനെയുണ്ട് രാജൻ? കാര്യങ്ങളെല്ലാം നന്നായിട്ട് നല്ല ഗംഭീരമായിട്ട് പോകുന്നു അല്ലേ? രാവിലെ ഭക്ഷണത്തിന്റെ തിരക്ക് തുടങ്ങി. ഇന്നത്തെ സ്പെഷ്യല് ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ചായ. ഉച്ചയ്ക്ക് സാറുണ്ടെങ്കിൽ നല്ല പാലട കഴിക്കും. പിന്നെ നമ്മൾ കഴിച്ചിട്ടേ പോകും. ടീച്ചറെ ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഭക്ഷണം. ആളുകൾക്ക് വലിയ പരാതിയില്ല. ഒരേ സമയം 4,000 പേർക്ക് 4,000 പേർക്ക് മനസ്സിലായി. നിങ്ങൾ ഓക്കെ അല്ലേ? നമ്മളെല്ലാം നമ്മുടെ ഫുൾ വർക്കാണ്. സൂപ്പറാക്കുമോ നിങ്ങള്? ഓക്കെ. ഉഷാറാ. എല്ലാം ഉഷാറല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണം? ഇഷ്ടപ്പെട്ടോ? പഴയിടം നീടാൻ വാഴട്ടെന്ന് പറയാമോ? പറയാം. സന്തോഷം. ഓക്കെ. ചേച്ചി, സാമ്പാർ വിളമ്പോ ആട് വേണോ? ഏത് സ്കൂളിലേത്? ആവണീശ്വരോ? നിങ്ങളെ കണ്ടിട്ടൊരു ആവണീശ്വര ലുക്ക് വന്നില്ല, അതാണ്. അപ്പൊ ആവണീശ്വരക്കി അതെന്താന്നറിയോ രാജൻ? എന്റെ അധ്യാപകന്റെ സ്കൂളാണ്. അപ്പൊ പ്രകാശ് സാറിന്റെ അപ്പൊ എങ്ങനെ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.